follow, subscribe. This is a nice guy. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ മൊറോക്കോയിലെ ലാസ്റ്റ് ഡേയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ നല്ല വിൻസർ ഹോട്ടലിൽ ചെക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റോടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ബി ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നമ്മുടെ പാൻ കേക്ക്, പിന്നെ ബ്രെഡ്സ്, കാര്യങ്ങൾ തന്നെയാണ്. പലതരം ബ്രെഡ്സും ക്രോസൻസും അല്ല നമ്മളെല്ലാ സ്ഥലത്തും കാണുന്ന പോലെ തന്നെ ഫുൾ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ജാമ്, അതിൻ്റെ കൂടെ തന്നെ ഹണി വെച്ചുള്ള സാധനമുണ്ട്. പിന്നെ കുറച്ച് സലാഡ്സ് ഉണ്ട്. കോഴിമുട്ട അവർക്ക് ഒഴിച്ചു വിടാൻ പറ്റുന്ന സാധനമാണ്. ഇത് വെറുതെ ഒരു സൂപ്പാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഇതൊന്നൊരു സൂപ്പ് എന്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. ഇത് സൂപ്പറാണ്. ഞാൻ മറ്റേ ഹോസ്റ്റലിൽ അത് ട്രൈ ചെയ്തിട്ടില്ല. പറ്റും കുറച്ച് വാങ്ങി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാണ്. യോഗഹട്ട് ആണോ അറിയില്ല. അതിൻ്റെ ഒരു അടിപൊളി സാധനമാണിത്. വാനില ഫ്ലവറൊക്കെ ഉള്ള സൂപ്പർ സാധനമുണ്ട്. പിന്നെ കുറച്ച് ഒരു വെറൈറ്റി ആയിട്ട് ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ ക്യാരറ്റും കുക്കുംബറും ബീറ്റ്റൂട്ടും എല്ലാത്തിൻ്റെ ജ്യൂസും ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് കുടിച്ചു നോക്കണം. എപ്പോഴും ഞാൻ കാണലുണ്ട്. ഇത് ഞാൻ കുറിച്ച് ചെയ്തിട്ട് പിന്നെ ഓറഞ്ച് ജ്യൂസ് ആസ് യൂഷ്വൽ എല്ലാ സ്ഥലത്തും ഉണ്ടാകാറുണ്ട് രാവിലെ തന്നെ. പിന്നെ കോഫി, പിന്നെ ഇവരുടെ ബ്രോക്കൺ ടീ, വെള്ളം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഹോസ്റ്റല്. ഞാൻ ഇന്നലെ ഫുഡ് കഴിച്ച സ്ഥലതാ ആ കാണുന്ന ഷോപ്പ്. നല്ല ഫുഡായിരുന്നു കേട്ടോ അത്. അതേപോലെ ഈ ലൈനിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ആ ടാക്കോസ് ഡേ നൈസ് കാണുന്നില്ല, ആ ലൈനിൽ പോലാണ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ്. അവിടെ ഞാൻ പറഞ്ഞ നല്ല റിയാബൊക്കെ കിട്ടുന്നത്. ഭയങ്കര തിരക്കാട്ടോ അവിടെ. പിന്നെ ഇന്നിപ്പോൾ ഏകദേശം 10:30 കഴിഞ്ഞ് 10:45. നമുക്ക് പള്ളി പോകണം, ഇത് പോകണം. പിന്നെ എയർപോർട്ട് ഇവിടുന്ന് കുറച്ച് ലോങ് ആണ്, അരമണിക്കൂറിന് വരെ പോകാനുണ്ട്. പിന്നെ പള്ളിയിലാണ് ടിക്കറ്റ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ രണ്ടും കൂടി സമയം എങ്ങനെ മാനേജ് ആവും നോക്കട്ടെ. അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് പിടിക്കണം. സോ ഇതൊരു മെയിൻ സ്ഥലമാട്ടോ. ഇവിടെയൊക്കെ താമസിച്ചെന്ന് വെച്ചാൽ മദീന മാർക്കറ്റ്, പള്ളി എല്ലാം ഈ ഒരു ഏരിയ നമുക്ക് കിട്ടും. വേണമെങ്കിൽ നടന്ന് കാണാവുന്ന സ്ഥലങ്ങളേ ഉള്ളൂ. എയർപോർട്ട് കുറച്ച് ലോങ് ആണെന്നുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. ഇവിടെയൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ടാക്സി ഉണ്ടാവും. ഇങ്ങനത്തെ ഷെയർ ചെയ്തിട്ടാണ് വരിക. പക്ഷേ ഇവരെ നാട്ടിലാകുമ്പോൾ എനിക്ക് ലൊക്കേഷൻ മനസ്സിലാവും, നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ അല്ലാതെ റെഡ് കളറാണ് ഈ സിറ്റിയിലെ ചെറിയ ടാക്സി. എല്ലാ സ്ഥലത്തും ചെറുതും വലുതും ഉണ്ടാവും. ചെറുത് ഫോർ ലോക്കൽ ഓട്ടം, മറ്റേത് കുറച്ചും കൂടി വലിയ സ്ഥലത്തേക്കാണ് ഇത് പോകുന്നത്. അത് ഷെയർ അടിച്ചിട്ട് പോകുന്നതാണ്. പിന്നെ ഇവിടെയും ഇത് വർക്ക് ആവുന്നുണ്ട്. നമ്മൾ ഈ ഒരു വേഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇൻഡ്രൈവിൽ കയറ്റും. നമ്മൾ മറ്റേ ടൂറിസ്റ്റ് ലെവലിൽ പോകുന്ന സമയത്ത് കയറ്റില്ല. കാരണം ഇൻഡ്രൈവിന് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഊബർ വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഊബർ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. സോ അത് നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. ഇവിടെ ഇൻഡ്രൈവ് വർക്കിംഗ് ആണ് കേട്ടോ. ഞാനൊരു ടാക്സി എടുത്ത് വന്ന് നോക്കി, എമ്മാതിരി വലിയ മോസ്ക് അറിയാം. അതിന് ഉള്ളോട്ട് വന്നിട്ട് ഇതിന്റെ കഥകൾ പറഞ്ഞു കേട്ടോ. അത് ഗംഭീര സാധനമാണ്. ഏറ്റവും ഭംഗി എന്ന് വെച്ചാൽ ഈ പള്ളിയോട് ചേർന്ന് തന്നെ കോർണിഷാണ് കേട്ടോ. ആ കോർണിഷിലൂടെ അങ്ങനെ പോകാൻ പറ്റും നമുക്ക്. മൊറോക്കോയിലെ കസബ്ലാങ്കയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ലൊക്കേഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കസബ്ലാങ്ക മോസ്ക് ഹസൻ 2ലേക്കാണ്. ഇത് ലോകത്തിലെ തന്നെ 13ാം സ്ഥലത്ത് പൊസിഷനിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഏറ്റവും 2ാമത്തെ വലിയ പള്ളിയുമാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ മിനാരത്ത്. 210 മീറ്ററോളം നീളം വരുന്ന ഈ മിനാരത്ത് ലോകത്തിലെ വൺ ഓഫ് ദ ടോളസ്റ്റ് മിനാരത്തായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള കപ്പാസിറ്റി ഭയങ്കര ഹൈ ആണ്. 100,000 മേലെ ആളുകൾക്ക് ഇവിടെ നിസ്കരിക്കാൻ പറ്റും. 25,000 പേർക്ക് അകത്തും 80,000 പേർക്ക് ഈ കാണുന്ന കോട്ടയാടിലുമായിട്ട് നിസ്കരിക്കാൻ സൗകര്യവുമുണ്ട്. വെറും 7 വർഷം കൊണ്ട് 1986 മുതൽ 93 വരെയുള്ള 7 വർഷം കൊണ്ട് മൈക്കൽ പിൻസ്യോ എന്ന് പറഞ്ഞ ആർക്കിടെക്ടിന്റെ നേതൃത്വത്തിൽ 10,000-ഓളം ആളുകളെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ 90% സാധനങ്ങളും ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് മൊറോക്കോയിൽ നിന്ന് തന്നെയുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിതിൻ്റെ അകത്തേക്ക് പോയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടെ മുസ്ലിംസ് മാത്രമല്ല നോൺ മുസ്ലിംസ് അടക്കമുള്ള ആളുകൾക്ക് ഇവിടെ കയറാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഗൈഡഡ് ടൂർ ഉണ്ട്. അതിനൊരു 140 മൊറോക്കൻ ദിറംസാണ് നമുക്ക് ചാർജ് വരുന്നത്. ആ ചാർജ് കൊടുത്ത് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തന്നെ ഒരു ഗൈഡഡ് ടൂറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൻ്റെ അകത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പള്ളി കയറുമ്പോൾ നമുക്ക് ഗംഭീര പള്ളിയാണ്. ഈ 140-ലൊരു ടൂർ, ഗൈഡഡ് ടൂർ ഇൻക്ലൂഡഡ് ആണ്. എൻ്റെ മോനെ, ഇത്രയും ആളുണ്ട് കേട്ടോ ഒരു ടൂറിന്. എല്ലാവരും വന്ന് വെയിറ്റിങ്ങിലാണ്. സോ ഞെട്ടിപ്പോയിട്ട്, എന്താ പള്ളി ഇത്, ഇവിടെ നിസ്കരിക്കാൻ വരാൻ പറ്റും കേട്ടോ. പക്ഷെ 1:30 ബാങ്ക് കൊടുക്കുള്ളൂ. അതിന് ശേഷം എൻ്റെ മോനെ ശരിയായ കൊത്തുപണികളും വർക്ക് കിട്ടും. ഇത് വെറുതെയല്ല, ലാർജസ്റ്റ് മാസ്കറ്റ് അറിയപ്പെടില്ലേ നമ്മളെ അവിടെ പോലുള്ള ഇമ്മാതിരി പള്ളി ഇഷ്ടമാണ്. ഇതിലിങ്ങനെ നടന്നു നോക്കാം, എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെങ്കിൽ ദാറ്റ് മച്ച് ബെറ്റർ. ഓഹ് ഗംഭീരം. But it was put into practice in 1987. So he called designer and architect
ഇതിന് ഒരുപാട് പ്രത്യേകതകളാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ വുഡ് നമ്മളെ ഇഫ്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ കംപ്ലീറ്റ് മാർബിൾസ് ആണെങ്കിൽ ഇവിടുത്തെ സൗത്ത് മൊറോക്കോ എന്ന് കൊണ്ടുവന്നാണ്. പിന്നെ ഈ കാണുന്ന സീലിങ്ങിലെ റൂഫ് ഉണ്ടല്ലോ, ഇത് 3 മിനിറ്റ് മതി പോലും ഇത് ഓപ്പൺ ആവാൻ. ആ മിഡിൽ കാണുന്ന സാധനം ഓപ്പൺ ആവുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് ആയി കേട്ടപ്പോൾ. പിന്നെ ഈ കംപ്ലീറ്റ് ഷാൻഡിലിയർ നമ്മൾ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നത്. അതുപോലെ പിന്നെ ഈ അപ്പുറത്ത് കാണുന്ന 2 മാർബിൾ മാത്രമാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ നിന്നാണ് പറയുക. ഗംഭീര സെറ്റപ്പ് കേട്ടോ. 20,000 ആണുങ്ങൾക്ക് ഇവിടെ ഉള്ളിൽ 5,000 സ്ത്രീകൾക്ക് മേലെ താമസിക്കുക. ഞാൻ ഇത്ര പ്രതീക്ഷയില്ല. ഉള്ളിൽ ഇൻറ്റീരിയറൊക്കെ നമുക്ക് ഗംഭീര ഇൻറ്റീരിയേഴ്സ്. അതും ഈ റൂഫ് ടോപ്പ് തുറക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ അതുപോലെ ആ മിമ്പറിൻ്റെ 2 സൈഡിലൊരു വൈറ്റ് കളർ മാർബിൾ ആണ്. ആ മാർബിൾ മാത്രം ഇട്ടിരുന്നു. ബാക്കി ഇത് എല്ലാം മൊറോക്കോന്ന് തന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ കേട്ടോ. ഇതൊരു ഫ്രഞ്ച് താള വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി. അതും 6 വർഷം കൊണ്ട് ഇത്രയും ഗംഭീര പള്ളി, ഇത്രയും വർക്ക് എന്ന് പറഞ്ഞാൽ 10,000 ആൾക്കാർ ഉപയോഗിച്ചിട്ട്. എന്നാലും സ്റ്റിൽ ഇറ്റ്സ് എ വെരി വെരി അമേസിങ്. ലൈറ്റിംഗ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടാ. ഗംഭീര ലൈറ്റിങ്സ് ആണ്. These pillars reserved to the man who calls to pray with God him more easily. The chandeliers are Moroccan flowers. ഫുള്ള് റോയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ റോയാലിറ്റി ആട്ടോ. ഇതെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലം കേട്ടോ. ഈ 140 തന്നെ ഗൈഡ് ടൂർ ഉണ്ട്. ഒരു ഗൈഡ് ഇവരുടെ സൈഡിൽ നിന്ന് തന്നെ വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുകൊണ്ട് നമുക്ക് എൻട്രി ഫീയും കാര്യങ്ങളോട് മനസ്സിലാക്കാം. എപ്പോഴും ഓരോ കൂടെ തന്നെ നടന്നിട്ട് ഫുള്ള് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുന്നതാണ് നല്ലത്. പിന്നെ ടൈം പോകുന്നില്ല, നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കയറുകയും ചെയ്യാം. ഇത് നമ്മൾ മേലെ നടന്നു വരുമ്പോൾ ഒരു ഗ്ലാസ് കണ്ടില്ലേ, ആ ഗ്ലാസിൻ്റെ അടിയിലുള്ളതാണ്. ഇതാണ് മെയിനായിട്ടുള്ള ഒരു ഉദം എടുക്കുന്ന സ്ഥലം. പിന്നെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഒരു ഇതിനുള്ളിലൂടെ വെള്ളം വരും. നമ്മളിവിടെ ഇരുന്നിട്ട് ആ വെള്ളം വരുന്നതിന് നമ്മൾ ഉദം എടുക്കാം. നമ്മളെ ഹൗസിൽ നിന്ന് എടുക്കുന്ന ഒരു സെറ്റപ്പ് അല്ല അവർക്കുള്ളത്. സോ ഇറ്റ്സ് വെരി അമേസിങ് മാൻ. ഈ എത്ര സെറ്റപ്പ് തരും. ഇവിടുത്തെ കൊതുകത്ത് മേലത്തിറങ്ങി ജമാഅത്ത് ഉത്സവം അത്രയും ഓടാണ്ട്. മിനാരത്ത് നോക്കി. ഈ മിനാരത്തിലേക്ക് കയറണമെങ്കിൽ $1,200 ഞാൻ കൊടുത്ത് പെർമിഷനൊക്കെ എടുത്തു. അതായത് നോർമലി ഒരു ടിക്കറ്റ് സിസ്റ്റം ഇല്ല ഇവിടെ. ഇവർ കൊണ്ടുവരാൻ പ്ലാനിങ്ങിലാണെന്നാണ് പറഞ്ഞത്. മിനാരത്തിന് മുകളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ഭയങ്കര ക്രൗഡഡ് ആവുമല്ലോ. ഇപ്പം എന്തൊക്കെയോ പെർമിഷനും കാര്യമൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. സോ ആ ടൂറ് കഴിഞ്ഞു. ആ കഴിയുമ്പോൾ തന്നെ ഏകദേശം 10-40 മിനിറ്റ് ആവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഗൈഡ് ടൂറിൽ അവർ പറഞ്ഞ് മക്കയും മദീനയും കഴിഞ്ഞാൽ 3ാമത്തെ വലിയ പള്ളി ഇതാണ്. ഗൂഗിളിൽ ഞാൻ കണ്ടപ്പോൾ 1 ഓഫ് ദ 14 ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഏരിയ വൈസ് ആണോ ആൾക്കാരെ കൊള്ളുന്നതിൻ്റെ ബേസിലാണോ എങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് അമേസിങ്. ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നില്ല, ഉള്ളിൽ ഞെട്ടിപ്പോയി. ഭയങ്കര ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻറ്റീരിയർ. ആ മേലെ കാണുന്ന റൂഫുണ്ട്, ആ പച്ച കളർ, അത് തുറക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അതിനുള്ള വർക്ക് കാണണം, ഗംഭീര വർക്കുകൾ. പിന്നെ എല്ലാ വൈക്കും അപ്പുറം ഇപ്പുറമൊക്കെ എൻട്രൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഏകദേശം 80,000 ആൾക്കാരെ കൊള്ളുന്ന പറഞ്ഞത്. അങ്ങനെ അടിപൊളിയാണ് കേട്ടത്, കാണാനുണ്ട്. കസബ്ലാങ്ക ഒരു ലേ ഓവർ ആണെങ്കിൽ പോലും എയർപോർട്ടിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ അകലാണ്. ട്രൈ ആൻഡ് സി. അവിടെ നമുക്ക് കുറച്ചും കാര്യങ്ങൾ കാണാം. കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചിട്ട വീഡിയോ. സോ ഇത് 140 ആണ് ഇതിന് എൻട്രൻസ് കൊടുക്കേണ്ടത്. കാർഡ് പേയ്മെൻറ്റ് എടുക്കും, ഓൺലൈനിൽ വേണം ടിക്കറ്റ് എടുക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇത് കുറച്ച് കടലിലേക്ക് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ ആക്ച്വലി കടലിൻ്റെ മേലാണ് നിസ്കരിക്കുന്നത് കുറച്ച് ഭാഗത്ത്. അത് ഞാൻ അപ്പുറം പോയാലാണ് കാണാൻ പറ്റുക. ലെറ്റ് സി, ടൈം ഉണ്ടെങ്കിൽ അവിടെ കാണിച്ചു തരാം. എൻ്റെ ഫ്ലൈറ്റിന് സമയമായി തുടങ്ങി. ഞാൻ പറഞ്ഞ സ്ഥലം ആ പള്ളി നമ്മൾ ഇറങ്ങി നിൽക്കുന്നുണ്ടോ, കുറച്ച് ഈ ഓഷനിലേക്ക് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കോറേഷാണ് കേട്ടോ, പരന്ന് കിടക്കുന്നത്. നല്ല കുറച്ച് പോഷ് ഏരിയ ആണ് കസബ്ലാങ്ക എന്ന് പറയുമ്പോൾ. വളരെ വളരെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പോട്ടെ. സി, ലെറ്റ്സ് മൂവ് ടു എയർപോർട്ട്. അങ്ങനെ നമ്മൾ ഒരു ടാക്സി കയറിയിട്ട് പെട്ടെന്ന് കാസ പോർട്ട് പിടിക്കാന്ന് ചോദിച്ചു. കാരണം ഇവിടുന്ന് ട്രെയിനിന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ എമൗണ്ട് ആണ്, 300 ഫിക്സഡാണ്, അത്രേ പോകുന്ന പറഞ്ഞത്. അപ്പം ഞാൻ വെച്ചു ഹോട്ടലിൽ വന്ന് ലഗേജ് എടുത്ത് നേരെ കാസ പോർട്ട് പിടിക്കാം. അപ്പോഴത്തെ ശരിക്കും 60 ഉറുപ്പിയുള്ളൂ. പക്ഷേ ഏതൊക്കെ ടൈമിലാണ് ട്രെയിൻ ഉള്ളതെന്ന് അറിയില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ അടുത്ത ബസ് യാത്ര വളരെ ശ്രദ്ധിക്കണം. കസ പോട്ടെന്നല്ല, കസ വോയേജ് എന്നാണുള്ളത്. അതായത് കസ പോർട്ടിൽ നിന്ന് കസ വോയേജസിലേക്ക് ഷട്ടിൽ ബസ് ഇപ്പം കാണുന്നത്. പിന്നെ കസ വോയേജിൽ നിന്ന് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ആക്ച്വലി കസ വോയേജ് കുറച്ച് ദൂരമാണ്, അല്ലെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ട് വിട്ടാൽ മതിയാണ്. പക്ഷേ എങ്ങനെ എത്തിയിട്ടും കാര്യമില്ല. ഇതിൻ്റെ അടുത്ത ട്രെയിൻ 2 മണിക്കേ ഉള്ളൂ. 2 മണിക്ക് അത് എടുത്താൽ 40 മിനിറ്റ് ആണ്. ഇന്ന് 40 മിനിറ്റാണ്. അവിടെ 60 ദിർഹംസേ ഉള്ളൂ. ഭയങ്കര ലേറ്റ്. അതായത് ഞാൻ അവിടെ എത്തിയിട്ട് 1 മണിക്കൂർ ഞാൻ കയറ്റിയുള്ള ദിവസം. 2 മണിക്കൂർ ഫ്ലൈറ്റിനുണ്ടാവും, പക്ഷേ 1 മണിക്കൂർ ഞാൻ കയറ്റിയുള്ള ദിവസം. കുഴപ്പമില്ല, ഞാൻ എപ്പോഴും ചെക്ക് ഇൻ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കൂടെ ഒരാളുകൊണ്ട് ഒന്നിച്ച് പോകാമല്ലോ എന്ന് വെച്ചിട്ട്. സോ
എയർപോർട്ട് എത്തി കാണിച്ചത്. ഇത് ഷട്ടിൽ ബസ്സാണ് കേട്ടോ. അതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഷട്ടിൽ ബസ്സും അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടും കൂടിയാണ് 60 രൂപ. കസ വോയേജസിലെത്തി. ബസ് 20 മിനിറ്റ് പറഞ്ഞ പക്ഷേ 10 മിനിറ്റ് കൊണ്ട് തന്നെ ബസ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. 10-15 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ട്രെയിൻ വരാം. ട്രെയിന് ONCF ടിക്കറ്റ്സ് എടുക്കാം കേട്ടോ. പക്ഷേ ONCF ഇടയ്ക്കിടയ്ക്ക് വർക്കാവുന്നില്ല പ്രോപ്പർ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്യൂ വന്നിട്ട് തന്നെ എടുത്തത്. പക്ഷേ പെട്ടെന്ന് ക്യൂ മൂവ് ആവും. പഴയ ടിക്കറ്റ് സിസ്റ്റം ഉണ്ട്, എൻ്റെ മെഷീൻ ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സംഭവം താഴെയാണ് റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ റെയിൽവേ സ്റ്റേഷനൊക്കെ വൃത്തിയുണ്ട് കേട്ടോ. മേലാണ് ഇവർ ഫുള്ള് ഷോപ്പിംഗ് കോംപ്ലക്സിന് കൊടുത്തിട്ട് എന്താ പറയുക, അടിപൊളി. എല്ലാ സ്റ്റേഷൻസും ഗംഭീരം കേട്ടോ. അപ്പോൾ അടുത്തൊരു ട്രെയിൻ അത് അവിടെ വന്നു. അതിലാൾക്കാർ പോകുന്ന, നമ്മളിപ്പോൾ 8-ാം പ്ലാറ്റ്ഫോമിലുള്ള ട്രെയിൻ വന്നിട്ടോ. Hi guys. പോകാനായ സമയത്താണ് നല്ല നല്ല ആൾക്കാരെ കാണുന്നത്. എല്ലാം ഭയങ്കര കമ്പനി. അപ്പോൾ നല്ല നല്ല ആൾക്കാർ, അതായത് ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമ്മൾ നല്ല നാട്ടുകാരെ കാണുന്നത്. ഭയങ്കര വെൽക്കമിങ് ആണ്. അവരുടെ നാട്ടിൽ വന്നെന്നുള്ള ഭയങ്കര ഹാപ്പിയാണ് അവർ. നമ്മൾ ടൂറിസ്റ്റ് സ്ഥലത്ത് പോകുന്ന സമയത്താണ് കുറച്ച് സ്കാം ഉണ്ടാവും. അതായത് അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന എല്ലാത്തിനും പൈസ കാണിയിരിക്കും. പക്ഷേ ഇത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളെന്താ പറയുക, നമുക്ക് ഇവിടെ പോകേണ്ടത് കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞുതരും. അങ്ങനെ ഒരു ഗുണം ഉണ്ട് ഇതിനനുസരിച്ച്. അപ്പോൾ നമ്മളിതാ കഴിഞ്ഞു. ജസ്റ്റ് ഇനി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാസാപോട്ടെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിലേക്ക് കണ്ടോ, സാധാ ട്രെയിനാണ് കേട്ടോ. എയർപോർട്ടിൽ താഴെ നിർത്തിയതേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് വരുന്ന ആളുകൾ വേണമെങ്കിൽ ഇതും ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാൻ പറ്റുന്നതാണ്. ട്രെയിനിന്റെ ടൈമിങ്ങിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ONCFന്റെ വെബ്സൈറ്റിൽ നോക്കണം. സോ നമ്മൾ ഓടി കയറണം. നമുക്ക് ഇനി 1 മണിക്കൂർ കൂടി ഉള്ളു ഗേറ്റ് ക്ലോസ് ആവാൻ. നമ്മൾ എയർപോർട്ടിലേക്ക് ഓടിപ്പിടിച്ചെത്തി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ലോഞ്ച് ഉണ്ടായിരുന്നു. ലോഞ്ചിൽ കയറിയിട്ട് ടെർമിനൽ 1-ലുള്ള പറഞ്ഞാൽ കുറച്ച് ഓടി. പിന്നെ ലോഞ്ചിലുള്ള ഫുഡ് കാണിച്ചില്ല. ബ്രെഡ് ഉണ്ട്, പിന്നെ ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടെ. എനിക്ക് എന്തൊക്കെ ഐറ്റംസ് മിസ്സിങ് ഉണ്ട്. പിന്നെ ഫുള്ള് ബ്രെഡ് സാധനങ്ങളൊന്നുമല്ല, ഒരുപാട് ഐറ്റംസ് ഇല്ല. വളരെ കുറഞ്ഞൊരു ലോഞ്ചിനകത്ത് പിന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളും ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നിന്ന് എടുക്കാം. അതാണ് മെയിനായിട്ടുള്ളത്. ഫില്ലിങ് അപ്പം ഒക്കെ ഫില്ലിങ് ആവുന്നുള്ളൂ. സോ അങ്ങനെ ബൈ ഫ്രം മൊറോക്കോ. നമ്മുടെ ഫ്ലൈറ്റിന് ടൈമായി. മൊറോക്കോയുടെ അടിപൊളിയായിട്ടുള്ള 3 ദിവസങ്ങൾ കഴിഞ്ഞ് ലെറ്റ്സ് ഗോ ഫൈനലി. ഒരുപാട് നല്ല മൊമെൻറ്റ്സും നല്ല അടിപൊളി സ്ഥലം കിട്ടിയതാണ്. അങ്ങനെ മൊറോക്കോന്ന് നമ്മൾ ബൈ അടിച്ച് നേരെ പോവാണ്. ഇസ്താംബുൾ ടച്ച് ചെയ്തിട്ട് ഷാർജയിലേക്ക്. മൊറോക്കോ വാസ് അമേസിങ്. മൊറോക്കോ എങ്ങനെ ഉണ്ട്? എന്താ നിങ്ങളുടെ അഭിപ്രായത്തില്? മൊറോക്കോ എങ്ങനെ ഉണ്ട്? മൊറോക്കോ നമ്മള് വിചാരിച്ചതിനേക്കാളൊക്കെ മേലാണ്. നമ്മള് ഒരു ഈജിപ്തിലൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു ഇതാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് കാണേണ്ട സ്ഥലം തന്നെ. മസ്റ്റ് വേസ്റ്റ് പ്ലേസ് ആട്ടോ. ഫുഡായാലും ശരി, സ്ഥലങ്ങളായാലും ശരി, എല്ലാം ഉണ്ട്. മഞ്ഞും മരുഭൂമിയും മലകളുടെ അടക്കം. സത്യം പറഞ്ഞാൽ അവിടെ ഹൈക്കിങ്ങിന് വരണം. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നല്ല മലനിരകളുണ്ട് അല്ലേ, നല്ല മൗണ്ടൻസ് ഉണ്ട്. സമ്മറിൽ വന്ന അടിപൊളിയാണ്. പക്ഷേ സമ്മർ കുറച്ച് ചൂടായിരിക്കും. ജൂലൈ ഓഗസ്റ്റിൽ വരരുത്. ഒന്നെങ്കിൽ അതിന് മുമ്പ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആ സമയത്ത് വന്നാൽ മതി. സെറ്റാണ്. എല്ലാം ഉണ്ട്. നല്ല വെൽ ഡെവലപ്ഡ് ആണ്. ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അത്യാവശ്യം ട്രാവലിനും ബുദ്ധിമുട്ടില്ല. ബൈ മൊറോക്കോ.